അപ്പോൾ നമ്മൾ ഇന്നലെ സെക്കൻഡറി ഡിവൈസസ് നോക്കി. അതായത് മെമ്മറി ഡിവൈസസിനെ നമ്മൾ പ്രൈമറിയും സെക്കൻഡറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സെക്കൻഡറി നമ്മൾ നോക്കിയില്ലേ, അതിലെന്തൊക്കെയായിരുന്നു? മാഗ്നറ്റിക് ടൈപ്സ്, ഒപ്റ്റിക്കൽ ടൈപ്പ്, ഫ്ലാഷ് മെമ്മറി, ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി നമുക്ക് ഇന്ന് നോക്കാനുള്ളത് പ്രൈമറിയാണേ. പ്രൈമറി മെമ്മറി, അതിൽ മെയിനായിട്ട് റാമും റോമും എന്താണെന്നാണ് നോക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് റാം എന്താണെന്ന് നോക്കാം. റാം എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സറിൻ്റെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന മെമ്മറിയാണ്. ഈ പ്രൈമറി മെമ്മറി എന്നറിയപ്പെടുന്ന മെമ്മറിയാണ് റാം. ഓക്കെ, ഇതെന്തായാലും നമ്മുടെ ആ പ്രോസസ്സറിന് ആവശ്യമായിട്ടുള്ള മെമ്മറിയാണ്. അതുകൊണ്ടാണ് ഇതിനെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, ഈ റാൻഡം ആക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് ഏത് ഭാഗത്തു നിന്നും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. ഇനി ഇത് വോളറ്റൈലാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോകും എന്നുള്ളതുകൊണ്ടാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു കമ്പ്യൂട്ടർ പ്രസൻ്റ്ലി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ റീസെൻ്റായിട്ട് എന്തൊക്കെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ റാമിൻ്റെ അകത്താണ്. ഈ റാം എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് 2 ടൈപ്പാണുള്ളത്. എസ് റാം എന്നും ഡി റാം എന്നും നമുക്ക് പറയാം. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം, ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം. സ്റ്റാറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു റാമാണ് നമ്മുടെ മെയിൻ മെമ്മറി ആയിട്ട് ഉപയോഗിക്കുന്ന റാം. ഒരു ഡി റാമാണ്. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യേണ്ടി വരും. ഈ എസ് റാമിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നതാണ് ക്യാഷ് മെമ്മറി ഒക്കെ. അതെന്താണ് ക്യാഷ് മെമ്മറി നമുക്ക് പിന്നെ ഈ റാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എസ് റാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് റാം എന്നാണ് അർത്ഥം. ഇത് കുറച്ച് ഫാസ്റ്റാണ്, എക്സ്പെൻസീവാണ്, പിന്നെന്താ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് ക്യാഷ് മെമ്മറിയാണ്. എസ് റാം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ക്യാഷ് മെമ്മറിയാണ്. എന്നാൽ ഡി റാം നമ്മൾ നോർമലി മെയിൻ മെമ്മറി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ മെമ്മറി ആയിട്ട് പ്രോസസ്സറിൻ്റെ മെയിൻ മെമ്മറി ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഡി റാം ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിഫ്രഷ് ചെയ്യേണ്ടി വരും. റാമിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് എന്തെന്നാൽ ബൂട്ടിംഗ് എന്ന പ്രോസസ്സാണ്. ഈ ബൂട്ടിംഗ് എന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക്, ഇന്നലെ നമ്മൾ പഠിച്ചു ഹാർഡ് ഡിസ്ക് എന്താണെന്ന്. അപ്പോൾ ഹാർഡ് ഡിസ്കിലേക്കായിരിക്കും നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ സേവ് ആക്കി വെച്ചിട്ടുണ്ടാവുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ പ്രോഗ്രാം, ആ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്താണോ അത് ഈ റാമിലേക്ക് ലോഡ് ചെയ്തെടുക്കും. ആ ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ അതായത് ഹാർഡ്വെയർ പരിശോധിച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഹാർഡ്വെയർ അല്ല ഹാർഡ് ഡിസ്കിൽ നിന്ന് ആവശ്യമായിട്ടുള്ള എന്താണോ ആ സംഭവം നമുക്ക് ഇങ്ങനെ കയറ്റിയെടുക്കുന്ന ആ പ്രോസസ്സിനാണ് ബൂട്ടിംഗ് എന്ന് പറയുക. എന്നാൽ ഈ ബൂട്ടിങ്ങിന് ഉള്ള ആവശ്യമായിട്ടുള്ള ആ പ്രോഗ്രാമില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ആ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ ബൂട്ടിംഗ് അപ്പ് എന്നാണ് പറയുക. ഇതിനാവശ്യമായിട്ടുള്ള പ്രോഗ്രാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് റോം എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ നിന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രവർത്തനം ചോദിച്ചാൽ ബൂട്ടിംഗ് ആണ്. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സ് ബൂട്ടിംഗ് അപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് റോമിലാണ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് നോക്കാനുള്ള ഒരു കാര്യം. നമ്മുടെ റോം.
നമ്മൾ പ്രൈമറി മെമ്മറി പഠിക്കുമ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മെയിൻ സംഭവമാണ് റോം. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ വൊളറ്റൈലാണ്. നോൺ വൊളറ്റൈൽ നമ്മൾ നേരത്തെ റാം പഠിച്ചപ്പോൾ പറഞ്ഞു റാം ഒരു വൊളറ്റൈൽ മെമ്മറിയാണ്. വൊളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ആ ഡാറ്റ നഷ്ടമായി പോകുമെന്നുള്ളതാണ് വൊളറ്റൈൽ എന്ന് പറയുന്നത്. നോൺ വൊളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആണ്. സ്വിച്ച് ഓഫ് ആക്കി പിന്നീട് ഓൺ ആക്കുമ്പോഴും ആ കാര്യം അതിൽ തന്നെ ആ കണ്ടൻറ്റ് സെയിം കണ്ടൻറ്റ് അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോം ഒരു നോൺ വൊളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു റാമിൽ ബൂട്ടിംഗ് അപ്പ് പ്രോസസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് റോമിലാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ ബൂട്ടിംഗ് അപ്പ് പ്രോസസ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിനു മുമ്പ് ഇതിൻ്റെ അകത്തൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ബയോസ് എന്നാണ് അതിനെ പറയുക. ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഇത് ഓൺ ആക്കുമ്പോൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോസ് എന്നാണ് ഫസ്റ്റത്തെ പ്രോസസ്സ്. അതായത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ പ്രവർത്തനമാണോ, എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കുന്നത്, കേപ്പബിൾ ആണോ എന്ന് നോക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ബയോസ് എന്ന് പറയാം. ഈ ബയോസ് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ ബൂട്ടിങ് അങ്ങനത്തെ പ്രോസസ്സൊക്കെ നടക്കുക. അപ്പോൾ ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പോൾ ഈ ബയോസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പ്രവർത്തന സജ്ജമാകുന്ന ആ ഒരു പ്രവർത്തനത്തിന് നമ്മൾ പോസ്റ്റ് എന്നാണ് പറയാം. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഈ ബയോസ് പ്രോസസ്സ് പ്രവർത്തന സജ്ജമാകുന്ന ആ ഒരു സെറ്റ് ആകുന്ന അതിനെ നമുക്ക് പോസ്റ്റ് എന്ന് പറയാം. ബയോസ് ആണ് ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനം. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ ഇതൊക്കെ നോക്കുന്നതാണ് നമ്മുടെ ബയോസ് എന്ന് പറഞ്ഞ പ്രവർത്തനം. എപ്പോഴും ആവശ്യമുള്ള പ്രോഗ്രാമുകൾ പ്രവർത്തനങ്ങളൊക്കെ അതിലിങ്ങനെ സേവ് ആക്കി വെച്ചിട്ടുണ്ടാവും. ബേസിക് പ്രോഗ്രാംസ് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് സേവ് ആക്കി വെച്ചിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റോ പ്രോഗ്രാമോ ഇതൊക്കെ റോമിലേക്ക് സേവ് ആയി പോകുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രീ ആയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ചിപ്പാണ് നമ്മുടെ റോം. ഈ റാം ആയാലും റോം ആയാലും ചിപ്പുകളാണ്. ഈ ചിപ്പുകളൊക്കെ മദർ ബോർഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോമുകളാണ്. റോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, അപ്പോൾ അതിൽ നമ്മൾ ഇറേസ് ചെയ്യുന്ന രീതി ഇതൊക്കെ അനുസരിച്ച് ഇറേസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ ഡാറ്റ ഹൈഡ് ആക്കുമോ ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ എം റോം എന്ന് പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു തരം റോമാണ്. അതായത് മാസ്ക്ഡ് റോം എന്നാണ് നമ്മളതിനെ പറയുക. പണ്ട് വിവരങ്ങളൊക്കെ മാസ്ക് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തുന്ന ഒരു റോം. മാസ്ക് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങളും സാധിക്കാത്ത ഒരു പഴയ റോമാണ് എം റോം എന്ന് പറഞ്ഞാൽ. ഇനി പി റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മുടെ പി റോം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇറേസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് ആ പ്രോഗ്രാം കാണാൻ കഴിയില്ല മാസ്ക്ഡിൽ. ഇതിൽ പ്രോഗ്രാം എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതായത് ഇറേസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഈ പ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറേസബിൾ പി റോം. അതായത് യു വി റേ അതായത് അൾട്രാവയലറ്റ് റേ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിനെ എഡിറ്റ് ചെയ്യാം, അതായത് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഇത് കുറേ തവണ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ പ്രോമിൻ്റെ ഒരു ന്യൂനത. ഇനി ഈ പ്രോം അതായത് ഇലക്ട്രിക്കലി ഇറേസബിൾ കേട്ടോ. ഇലക്ട്രിക്കലി ഇറേസബിൾ പി റോം. അതായത് പി റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മുടെ ഈ പ്രോം. നമ്മുടെ ഫ്ലാഷ് മെമ്മറി നമ്മൾ ഇന്നലെ സെക്കൻഡറി മെമ്മറി പഠിച്ച സമയത്ത് ഫ്ലാഷ് മെമ്മറി, അത് സെമി കണ്ടക്ടർ മെമ്മറി പഠിച്ച സമയത്ത് ഒരു ഫ്ലാഷ് മെമ്മറി എന്ന് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പോൾ ആ ഫ്ലാഷ് മെമ്മറിയൊക്കെ ഉണ്ടാക്കിയാക്കുന്നത് ഈ പ്രോം എന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഫ്ലാഷ് മെമ്മറിയൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫേംവെയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഫേംവെയർ എന്ന് പറഞ്ഞാൽ ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലൊക്കെ
അതിൽ അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റങ്ങളിലൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ OS യൂസ് ചെയ്യുന്നത് പോലെ ഇങ്ങനത്തെ സിസ്റ്റങ്ങളിലൊക്കെ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിപ്പ് ഉണ്ടാവും. ആ ചിപ്പുകളെയാണ് നമ്മൾ ഫേംവെയർ എന്ന് പറയാം. ഈ ഫേംവെയർ ഒരു റോമാണ് കേട്ടോ. ഒരു റോമാണ് നമ്മുടെ ഈ ഫേംവെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഫേംവെയർ എന്ന് പറഞ്ഞാൽ ഒരു റോമാണ്. അത് ഈ പ്രോം ആവാം ഈ പ്രോമ ഏത് വേണമെങ്കിലും ആവാം. അത് ആ കമ്പനിയുടെ ആ ഒരു ഇതുപോലെ ആയിരിക്കും ആ ഫേംവെയർ വരിക. ഇതിനെക്കുറിച്ചൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്പും റീസെൻ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ആപ്പിനും ഇപ്പോൾ ടെലിഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ്, പിന്നെ ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഏതെങ്കിലും ഓരോ ആപ്പുകൾ, ഇനി ഒരു ആപ്പും കൂടി വേണമെങ്കിൽ പറയാം, വാട്സപ്പ്. ഓക്കെ, ഇതിന് ഓരോന്നിനും ഇപ്പോൾ ഇതൊരു 1 GB, ഇതൊരു 1 GB, ഇതൊരു 1 GB, ഇതൊരു 1 GB ആണ് ഇതിൻ്റെ ഓരോന്നിനും അലോട്ട് ചെയ്തിട്ടുള്ള മെമ്മറി എന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പുതിയൊരു ആപ്പ്, ഒരു ഗെയിമിംഗ് ആപ്പോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ആപ്പ് പുതിയതായിട്ട് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിനപ്പം നമ്മൾ എന്ത് കാണിക്കും? ഇൻസഫിഷ്യൻ്റ് ആയിട്ട് മെമ്മറി എന്ന് പറഞ്ഞ് കാണിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിലെ ഒന്നുമില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതിന് അലോക്കേറ്റ് ചെയ്യുന്ന ആ മെമ്മറിയുടെ അളവ് റെഡ്യൂസ് ചെയ്തിട്ട് അതിപ്പോൾ ഈ 1 എന്നുള്ളത് 0.5 എന്നുള്ള രീതിയിലേക്ക് ആക്കി അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഇതിനെ ഈ പുതിയ ആപ്പിനെ നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ പറ്റുന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാം ഭയങ്കര ജാമായി പോവാൻ നമ്മൾ അറിയില്ലേ, അതായത് ഭയങ്കര നമുക്ക് ആ ഒരു ഈസിനെസ് ഉണ്ടാവില്ല. അതാണ് അതിൽ റാമിൽ പറയാനുള്ളൊരു ചെറിയ കാര്യം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ക്യാഷ് മെമ്മറി. നമ്മളിപ്പോൾ റാമും റോമും നമ്മുടെ പ്രൈമറി മെമ്മറിയുടെ ഉള്ളിൽ പഠിച്ചു. ഇതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഈ പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ CPU-ൻ്റെയും അതുപോലെ റാമിൻ്റെയും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു മെമ്മറിയാണ് നമ്മുടെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ റാമിൽ നിന്ന് എടുത്ത് നമ്മൾ CPU-യിലേക്ക് എത്തിച്ച് നമ്മൾ ആ ഒരു പ്രോസസ്സ് റീഡ് ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് ക്യാഷിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് റാമിൽ ഒരു 2 GB ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 0.5 മാത്രം എടുത്തു വെച്ചാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സംഭവം മാത്രം CPU-ന് എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത 0.5 ഇതിൽ നിന്ന് എടുക്കും, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 0.5 എടുക്കും, അങ്ങനെ CPU പ്രോസസ്സ് ചെയ്ത് എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫാസ്റ്റായിട്ട് CPU-നെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെമ്മറിയാണ് നമ്മുടെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് വോളറ്റൈൽ മെമ്മറിയാണ്. റാമിൻ്റെയും CPU-ൻ്റെ ഇടയ്ക്കല്ല. അപ്പോൾ റാമിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഇതിലുണ്ടാവും. അപ്പോൾ റാം ഒരു വോളറ്റൈലാണ്, ഓഫാക്കി കഴിഞ്ഞാൽ ഡാറ്റ പോകും. അപ്പോൾ അതായത് വോളറ്റൈൽ മെമ്മറിയാണ് ക്യാഷ്. പിന്നെ ഇതിന് നമുക്ക് എന്ത് പറയാം? ഫാസ്റ്റ് സ്റ്റോറേജ് ബഫർ ഇൻ CPU എന്ന് വിളിക്കാം. ബഫർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു താൽക്കാലിക മെമ്മറി. അപ്പോൾ ഫാസ്റ്റ് സ്റ്റോറേജ് ബഫർ ഇൻ CPU ചോദിച്ചാൽ അത് ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ഇനി 2 ടൈപ്സ് ഓഫ് ക്യാഷ് മെമ്മറികളാണുള്ളത്, ഇൻറ്റേർണലും എക്സ്റ്റേർണലും. ഇൻറ്റേർണലായിട്ട് അതായത് CPU-ൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ CPU-യിൽ തന്നെ സൃഷ്ടിച്ച് വെച്ചാക്കുന്ന ആ ഒരു ക്യാഷ് മെമ്മറീനെ നമുക്ക് ഇൻറ്റേർണൽ ക്യാഷ് മെമ്മറി എന്ന് പറയാം. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് മദർ ബോർഡിൽ വെച്ചിട്ടുള്ള ക്യാഷ് മെമ്മറിയെ നമുക്ക് എക്സ്റ്റേർണൽ ക്യാഷ് മെമ്മറി എന്നും പറയാം. ഇങ്ങനെ നമുക്കൊരു പിക്ചറൈസ് ചെയ്തെടുത്താൽ ഹാർഡ് ഡ്രൈവിൽ ആയിരിക്കും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു മൂവിയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പം മൂവി ഒരു 4 GB മൂവിയാണെന്ന് കരുതാം. ഇത് ഈ ഹാർഡ് ഡ്രൈവിൽ സേവ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഹാർഡ് ഡ്രൈവിൽ ഈ സേവ് ആക്കി വെച്ചേക്കുന്നതിനെ
ഇത് ലോഡ് ചെയ്ത് നമ്മൾ നേരത്തെ പറയില്ലേ ബൂട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ളതിനെ ലോഡ് ചെയ്ത് റാമിലേക്ക് മാറ്റുമെന്ന്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഈ മൂവിനെ ലോഡ് ചെയ്ത് റാമിലേക്ക് എടുക്കും. അപ്പോൾ നമുക്ക് 4 GB കൂടുതലുള്ള റാം ആണെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ലോഡ് ചെയ്ത് ഇതിലേക്ക് കയറ്റാൻ പറ്റും. സപ്പോസ് ഈ റാം 4 GB കാളും കുറവാണെങ്കിൽ അപ്പോൾ നമ്മളതിൽ വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞ ഒരു സംഭവം ചെയ്യും. അതെന്തായാലും നമുക്ക് പിന്നെ നോക്കാം വെർച്വൽ മെമ്മറി എന്താണെന്ന്. അപ്പോൾ ആ വെർച്വൽ മെമ്മറിയുടെ സഹായത്തോടു കൂടി ഈ 4 GB ഈ റാമിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്നും എന്താ സ്മോൾ പീസസ് ആക്കി കുറച്ച് പീസസ് ആക്കി ഇപ്പോൾ ഈ 4 GB നിന്ന് നമുക്ക് എന്താ ഒരു 10 MB വെച്ചിട്ട് ആ മൂവീനെ നമുക്ക് CPU ലോഡാക്കാൻ പറ്റും. 10 MB വെച്ച് അതായത് ആദ്യത്തെ 10 MB ഈ ക്യാഷിലേക്ക് ലോഡാക്കിയിട്ട് അത് CPU കൊടുത്തു. പിന്നെ അത് കഴിയുമ്പോൾ അടുത്തത് കൊടുത്തു. അങ്ങനെ അതിങ്ങനെ തീരണ വരെ അതിങ്ങനെ ക്യാഷിലേക്ക് ലോഡായി CPU കൊടുക്കും. ഇനി CPU എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചെറിയ സീരിയലായിട്ടുള്ള കുറച്ച് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയാം. ഈ രജിസ്റ്ററിൽ 1 KB അങ്ങനെ ചെറിയൊരളവിലേക്ക് ഇത് ഓരോന്നോരോട്ട് ഈ മൂവിയുടെ ഓരോ ഫ്രെയിംസൊക്കെ ആയിട്ട് കയറും. അങ്ങനെ അത് ലോഡാവും. പിന്നെ CPU ഇതിപ്പോൾ നമുക്ക് മൂവി പ്ലേ ചെയ്യണമെങ്കിൽ അതിനുള്ള ആപ്പ് ഉണ്ട്. ആ ആപ്പ് എവിടെ നമ്മൾ മോണിറ്ററിലേക്ക് അല്ലെങ്കിൽ പ്രൊജക്ടറിലേക്ക് അല്ലേ അത് പ്രദർശിപ്പിക്കുക. അപ്പോൾ അത് കാണാനായിട്ടുള്ള ഇതിലേക്ക് CPU നിർദ്ദേശം കൊടുക്കും. അങ്ങനെ ഓരോരോ ഫ്രെയിമായിട്ട് നമുക്ക് കാണും. അത് റാമിൻ്റെ സ്പീഡ് അനുസരിച്ച് അല്ലെങ്കിൽ മെമ്മറിയുടെ സ്പീഡ് അനുസരിച്ച് സ്പീഡോടുകൂടി നമുക്ക് സിനിമ ആസ്വദിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരിത്. ഹാർഡ് ഡ്രൈവിൽ നിന്ന് എടുക്കും, റാമിലേക്ക് പോകും, റാമിൽ നിന്ന് ടൈനി പീസസ് ആക്കിയിട്ട് ക്യാഷിലേക്ക് പോകും, അതിൽ നിന്ന് ടൈനി ആക്കിയിട്ട് രജിസ്റ്ററിലേക്ക് പോകും. ഈ രജിസ്റ്റർ എന്താണെന്ന് നമുക്ക് ഇത്രയും കൂടി ഒന്ന് വിശദീകരിച്ച് നോക്കാം. നമ്മൾ മൂവിയുടെ കാര്യത്തിൽ ടൈനി പീസസ് അല്ലെങ്കിൽ ഫ്രെയിംസ് ആയിട്ട് നമ്മൾ കയറ്റുമെന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടൊരു കാൽക്കുലേഷൻ പ്രോബ്ലം നമുക്ക് എടുത്താൽ ഒരു CPU എടുത്താൽ അതിന് ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, അതുപോലെ ഒരു ALU ഉണ്ടാവും, അതായത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഇതിലാണ് നമ്മുടെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഈ അരിത്തമെറ്റിക് ലോജിക് ആൻഡ് യൂണിറ്റിനെ നമുക്ക് എടുത്താൽ അതിലുള്ള രജിസ്റ്റേഴ്സ് ഇതിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം 7+8 = എന്നുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ കൊടുത്താക്കുന്നത്. ആ ഒരു ഡയറ്റാണ് നമ്മൾ കൊടുത്താക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഈ ALU തരും. അപ്പോൾ ഈ 7 എന്നുള്ളത് ഇങ്ങനെ കുറേ ഒരു അഡ്രസ് ബ്ലോക്ക് എടുത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ബ്ലോക്ക് എടുത്ത് അതിൽ കുറേ പാർട്സ് ഉണ്ടാവും. സീരിയലായിട്ട് ഇങ്ങനെ കുറേ പാർട്സ് ഉണ്ടാവും. അതിലിങ്ങനെ ഇപ്പോൾ ABCDE നമുക്കിങ്ങനെ പേരിട്ട് കൊടുത്താൽ 7 എന്നുള്ളത് ആദ്യത്തെ രജിസ്റ്ററിൻ്റെ ആദ്യത്തെ ഇതിലേക്ക് കയറും. പിന്നെ ഈ പ്ലസ് എന്നുള്ളത് കയറും, പിന്നെ 8 എന്നുള്ളത് കയറും, പിന്നെ = എന്നുള്ളത് കയറും. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇല്ലേ, ഇപ്പോൾ 7+8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15. ഈ 15 എന്നുള്ളത് അതിൻ്റെ റിസൾട്ട്, അതായത് നമ്മുടെ ഇൻഫോർമേഷൻ എന്ന് പറയും, കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇൻഫോർമേഷൻ. ഈ ഇൻഫോർമേഷൻ വന്ന് നമ്മുടെ രജിസ്റ്ററിൻ്റെ അടുത്ത ഇതിലേക്ക് കയറും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മൂവിയുടെ കാര്യം പറഞ്ഞാൽ ഫ്രെയിം ബൈ ഫ്രെയിം ഓരോ രജിസ്റ്ററിലേക്ക് കയറും. അങ്ങനെ ഏതാണോ പ്രോസസ്സ് CPU കിട്ടുന്നത് അതനുസരിച്ച് അത് ചെയ്യും. അപ്പോൾ അതാണ് ഈ രജിസ്റ്ററിൻ്റെ മെയിൻ ഉദ്യമം എന്ന് പറയുന്നത്. വെർച്വൽ മെമ്മറി എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലേ ഹാർഡ് ഡ്രൈവിൽ നമ്മളിപ്പോൾ 4 GB മൂവി കയറ്റിയുടെ കാര്യം തന്നെ എടുത്താൽ അത് റാമിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ റാമിനും ഈ പറഞ്ഞ 4 GB തന്നെ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഹാർഡ് ഡിസ്കിൻ്റെ എന്തിൻ്റെങ്കിലൊക്കെ സഹായത്തോടു കൂടി ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ ചിലപ്പോൾ ഹാർഡ് ഡിസ്കിലാണെങ്കിൽ അവിടെ ഒരു സ്പേസ് റാമിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. അതിന് മാപ്പിംഗ് എന്നൊക്കെ പറയും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു സംഭവം, അങ്ങനെ ഒരു മെമ്മറി ഉണ്ട് അല്ലെങ്കിൽ റാം ഓക്കെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു മെമ്മറിനെയാണ് നമ്മൾ വെർച്വൽ മെമ്മറി എന്ന് പറയുക. അപ്പോൾ ഇതിനിപ്പോൾ ഒരു 2 GB റാം ആണെങ്കിൽ ഒരു 2 GB വെർച്വൽ മെമ്മറിനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ മൂവി നമുക്ക് ലോഡ് ചെയ്ത് കാണാൻ സാധിക്കും.
ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക CPU-ൻ്റെ ഒരു ആർക്കിടെക്ചറാണെന്ന് വിചാരിക്കാം. അതായത് CPU എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നത് ആ കമ്പ്യൂട്ടർ, നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മോണിറ്റർ, ഇവിടെ കീബോർഡ്, ഇതിൻ്റെ സൈഡിലൊരു വലിയ പെട്ടിയുണ്ട്. ഈ പെട്ടിയാണ് CPU എന്നും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ആ പെട്ടീനെ നമ്മൾ ക്യാബിനറ്റ് എന്നാണ് പറയുക. ഈ ക്യാബിനറ്റിൻ്റെ അകത്താണ് നമ്മുടെ മദർ ബോർഡ് വരിക, SMBS വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. ഈ മദർ ബോർഡിൻ്റെ അകത്ത് വരുന്ന ഒരു ചിപ്പാണ് നമ്മുടെ CPU എന്ന് പറയുന്നത്. ഈ CPU-ൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സറിനെ പ്രോസസ്സ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, കൺട്രോളിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന CPU-ൻ്റെ ഒരു പാർട്ടാണ് കൺട്രോൾ യൂണിറ്റ്. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അതായത് അരിത്തമെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കണക്ക് കൂട്ടലുകളും ലോജിക്കൽ, അതായത് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടാണ് ALU എന്ന് പറയുന്നത്. ഇത് രണ്ടിൻ്റെ അടുക്കായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഈ L1, L2, L3 എന്താണെന്ന് നോക്കാം. നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, ക്യാഷ് മെമ്മറി. അതായത് നമ്മുടെ റാമിനും പിന്നെ CPU-ൻ്റെ ഇടക്ക് ഈ രണ്ടിൻ്റെ സ്പീഡ്, റാമിൻ്റെ സ്പീഡിനേക്കാളും ഹൈ സ്പീഡായിരിക്കും നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്പീഡ്. അപ്പോൾ ഈ സ്പീഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് അതിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് നമുക്കിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം, L1, L2, L3 എന്ന്. ഈ L1ഉം L2 ഒക്കെ നമ്മുടെ പ്രോസസ്സറിൻ്റെ അകത്ത് തന്നെ കാണപ്പെടുന്ന. അപ്പോൾ ഈ L1, L2, L3 എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ക്യാഷ് മെമ്മറിയാണ്. അതിൽ L1, L2 എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ, അതായത് ഈ പ്രോസസ്സറിൻ്റെ അകത്ത് തന്നെ കാണപ്പെടുന്ന ഒരു മെമ്മറിയാണ്, ക്യാഷ് മെമ്മറിയാണ് L1ഉം L2. L3 എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ബോർഡിൽ കാണപ്പെടുന്നതാണ്, അതായത് എക്സ്റ്റേണലായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ HDD, അത് ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് പോയിട്ട് അത് ഈ L3യിലേക്ക് പോയിട്ട് ഈ L3ന്ന് L2യിലേക്ക് പോയി പിന്നെ L1ലേക്ക് പോയി രജിസ്റ്ററിലേക്ക് പോയിട്ടാണ് അത് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി അതിൻ്റെ റിസൾട്ട് ആണെങ്കിൽ തിരിച്ച് ഇതേപോലെ തന്നെ ഇതിൽ കൂടെ തന്നെ വന്ന് റാമിലേക്ക് എത്തും. ഇനി നമ്മളത് ഔട്ട്പുട്ട് ചെയ്യേണ്ടതാണെങ്കിൽ റാം ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കാനുള്ളത് ക്യാഷ് 3 ടൈപ്പ് ഉണ്ട്, L1, L2, L3. ഇതിൽ ഹൈ സ്പീഡ് ഏതാണെന്ന് വെച്ചാൽ L1ഉം മെമ്മറി കുറവ് ഉള്ളത് ഏതാണെന്ന് വെച്ചാലും L1 ആണ്. സ്വാഭാവികമായിട്ട് സ്പീഡ് കൂടുമ്പോൾ എന്താണ്, മെമ്മറി പവർ കുറവായിരിക്കും എന്നുള്ളത് ഒന്ന് ഓർത്താൽ മതി. മെമ്മറി ഹൈറാർക്കി നോക്കുമ്പോൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് എന്താ, അതിൻ്റെ മെമ്മറി പവർ കുറവായിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ നമുക്ക് രജിസ്റ്റേഴ്സ് ഇത്തിരിയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, രജിസ്റ്റേഴ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ളതും കൂടി ഒന്ന് നോക്കേണ്ടി വരും. 10th ലെവലിൽ ഇത്രയും ഇതായിട്ട് ചോദിക്കില്ല, പക്ഷെ നമുക്ക് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ALUവിൻ്റെയും കൺട്രോൾ യൂണിറ്റിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ഇത് കണ്ടില്ലേ, ഒരു മെമ്മറി ലൊക്കേഷൻ. അങ്ങനെ പല പല ലൊക്കേഷൻസാണ് നമ്മുടെ ഈ രജിസ്റ്റർ എന്ന് പറയാം. ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു മെമ്മറി യൂണിറ്റ്, ഹൈ സ്പീഡ് മെമ്മറി യൂണിറ്റ്. നമ്മൾ ചോദിക്കാറില്ലേ ഏറ്റവും, നമ്മൾ വെച്ചാൽ PSC ചോദിക്കാറില്ലേ ഏറ്റവും സ്പീഡുള്ള മെമ്മറി യൂണിറ്റ് ഏതാണ്, അല്ലെങ്കിൽ മെമ്മറി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ രജിസ്റ്റേഴ്സാണ് പറയാറുള്ളത്. അപ്പോൾ രജിസ്റ്റേഴ്സ് അതായത് CPU-ൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളായതുകൊണ്ട് അതിന് ഹൈ സ്പീഡ് വേണം. പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അത്രയും സ്പീഡുള്ള സംഭവം വേണം, അതിനാണ് രജിസ്റ്റർ ഉപയോഗിക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ ആളാണ് നമ്മുടെ അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ALU ചെയ്തെടുക്കുന്ന എന്താ പറയുക ഡാറ്റകൾ, അത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു രജിസ്റ്ററാണ് എന്താ അക്യുമുലേറ്റർ എന്ന് പറയുക. അതായത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്താണോ ALU ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ്, അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന എന്താണ് ഒരു രജിസ്റ്ററാണ് നമ്മുടെ അക്യുമുലേറ്റർ എന്ന് പറയുക. ഇനി അടുത്തത് MAR എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ.
ഈ MAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ ഒരു ഡാറ്റേനെ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രോസസ്സർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അഡ്രസ്സിൻ്റെ ആ അഡ്രസ്സിൻ്റെ ആ ഒരു മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്ന ഇതാണ് നമ്മുടെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞത്. ഇത്തിരി കൂടി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ പേര് ഇപ്പം എന്താ പറയുക, ശ്രീദേവി പാലക്കാട് എന്നാണ് പേര് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രീദേവിനെയാണ് നമ്മൾ എന്താ പറയുക നമുക്ക് വേണ്ട ഡാറ്റ. ഈ ഡാറ്റയുടെ അഡ്രസ്സ് ഏതാ? പാലക്കാട്. അപ്പോൾ ഈ പാലക്കാട് എന്നുള്ളത് സേവ് ചെയ്യുന്നത് ഈ MARലേക്കായിരിക്കും. അപ്പോൾ എന്താണ്? ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ വിച്ച് ഡാറ്റ ഈസ് ഐദർ റീഡ് ഓർ റൈറ്റ്. റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനുള്ള ഡാറ്റയുടെ മെമ്മറി ലൊക്കേഷൻ സേവ് ചെയ്യുന്ന രജിസ്റ്ററാണ് MAR. ഇനി അടുത്തത് MBR. MBR എന്ന് പറഞ്ഞാൽ M4 എന്തായാലും മെമ്മറിയാണ്. ഇനി മെമ്മറി ബഫർ രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്റർ അതായത് നമ്മുടെ ഡാറ്റ ഹോൾഡ് ചെയ്യുന്നത്, ഒന്നല്ലെങ്കിൽ റീഡ് ചെയ്യണത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്ന ഡാറ്റ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ശ്രീദേവിനെ ഹോൾഡ് ചെയ്യുന്നത് MBRലായിരിക്കും കേട്ടോ. നമുക്ക് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനുള്ള ഡാറ്റേനെ ഹോൾഡ് ചെയ്യുന്ന മെമ്മറി ഏതാണെന്ന് വെച്ചാൽ MBR ആണ്. ഇനി IR എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇതാണ് IR. എന്താണ്? നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കേണ്ട ഓരോ ഇൻസ്ട്രക്ഷൻസും സേവ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് IR. ഇൻസ്ട്രക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 7+8 എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ ഇല്ല, അതൊരു പ്രോഗ്രാമായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം റീഡ് 7, റീഡ് 8, പിന്നെ printf 7+8, റിസൾട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് എടുക്കട്ടെ ഇവിടെ, റീഡ് A, റിസൾട്ട് A അങ്ങനെ കിടക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ഇൻസ്ട്രക്ഷനാണെന്ന് പറയുക. 7 റീഡ് ചെയ്യുക, 8 റീഡ് ചെയ്യുക, റിസൾട്ടിനുള്ളത് റീഡ് ചെയ്യുക, എന്താണോ ചെയ്യേണ്ട പെർഫോമൻസ് അത് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യുക. അങ്ങനെ ഓരോരോ ഇൻസ്ട്രക്ഷൻസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ അപ്പോൾ ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷനും സേവ് ചെയ്യുന്ന രജിസ്റ്ററാണ് നമ്മുടെ IR. ഇൻസ്ട്രക്ഷൻസ് ബീയിങ് എക്സിക്യൂട്ടഡ് ആവേണ്ട ഇൻസ്ട്രക്ഷൻസ് ഓരോന്നായിട്ട് സ്റ്റോർ ചെയ്യുന്ന എന്താണ് ചെയ്യേണ്ടത്, ഏത് ഇൻസ്ട്രക്ഷനാണ് ഇനി ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇനി അടുത്തത് PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണോ ഇൻസ്ട്രക്ഷൻ പ്ലേ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിപ്പം കറൻ്റ്ലി ഉള്ള ഇൻസ്ട്രക്ഷൻ്റെ കാര്യമാണ് ഈ IR പറയണത്. ഇനി നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് PC. ഒന്നും കൂടി പറയാം. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ റിസൾട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് സേവ് ചെയ്യുന്നതാണ് അക്യുമുലേറ്റർ. ഇനി നമ്മുടെ MAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സേവ് ചെയ്യുന്നത്. ഇനി MBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ തന്നെ ഹോൾഡ് ചെയ്യുന്നതാണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് സേവ് ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ. PC എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് ഉള്ള ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്ററാണ് നമ്മുടെ PC പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ PC പ്രോഗ്രാം കൗണ്ടർ, IR എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, MBR എന്ന് പറഞ്ഞാൽ മെമ്മറി ബഫർ രജിസ്റ്റർ, MAR എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, പിന്നെ അക്യുമുലേറ്റർ. ഇത്രയാണ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. നമുക്ക് ഇത്രയും നേരം പഠിച്ച ആൾക്കാരുടെ ഒരു മെമ്മറി ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ്, കോസ്റ്റ്, ആക്സസ് ടൈം എന്നിതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ തിരിക്കാന്നുള്ളത്. അതിൽ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഏറ്റവും സ്പീഡ് കൂടിയ ആളെയാണ് ഏറ്റവും ടോപ്പിൽ വെച്ചാക്കണം നമ്മുടെ രജിസ്റ്റേഴ്സ്. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കോസ്റ്റും കൂടും. പിന്നെ ആക്സസ് ടൈമും
ആക്സസ് ടൈം എടുക്കുന്നത് കുറവായിരിക്കും. ഞാനിങ്ങനെ കൂടുതൽ എന്നാൽ ഡിഗ്രീസ് ഇൻ ആക്സസ് ടൈം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇങ്ങോട്ട് മുകളിലേക്ക് ആരും ഇട്ടേക്കണേ. അപ്പോൾ ആക്സസ് ടൈം എന്ന് വെച്ചാൽ ഒരു ബിറ്റ് എടുക്കാനുള്ള സമയം അത് കുറയുന്നതല്ലേ സ്പീഡുള്ളത് എന്ന് നമുക്ക് കണക്കാക്കാം. ആക്സസ് ടൈം എത്രത്തോളം കുറയുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഡിഗ്രീസ് ഒന്നും കൂടി എഴുതിയേക്കട്ടെ. അപ്പം ഡിഗ്രീസ് ഇൻ ആക്സസ് ടൈം എടുക്കുന്നത് കുറവായിരിക്കും. അതെങ്ങനെ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ രജിസ്റ്ററിനൊക്കെ ആക്സസ് ടൈം കുറവാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കൂടി ആക്സസ് ടൈം കൂടുതൽ വേണം ക്യാഷ് മെമ്മറിക്ക്. റാമിന് അതിനേക്കാൾ കൂടുതൽ വേണം. ഹാർഡ് ഡിസ്കിന് വേണം. ഒപ്റ്റിക്കൽ ഡിസ്കിനും അതിനേക്കാൾ കൂടുതൽ വേണം. പക്ഷേ ഈ നമ്മൾ ഒപ്റ്റിക്കൽ ഡിസ്ക് പഠിച്ചപ്പോൾ പറഞ്ഞു ചീപ്പാണെന്ന്. കാരണം കോസ്റ്റ് കുറവാണ്. കോസ്റ്റ് കുറയും തോറും അതിന് സ്പീഡ് കുറവാണ്. ആക്സസ് ടൈം കൂടുതലെടുക്കും. ഹാർഡ് ഡിസ്ക് അതിനേക്കാളും കുറച്ച് മതി. പിന്നെ അങ്ങനെ അതാണ് ആ ഒരു ഹൈറാർക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി വേറൊരു തരത്തിൽ തിരിച്ചു ചോദിച്ചാൽ ഇത് രജിസ്റ്റർ ക്യാഷ് എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എസ് റാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റാം എന്താണ്? ഡി റാം. അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. എസ് റാം എന്താ? സ്റ്റാറ്റിക്. ക്യാഷ് മെമ്മറി ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള റാമാണ്. നമ്മൾ മെയിൻ മെമ്മറി ആയിട്ട് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നമ്മൾ റാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഡൈനാമിക് റാമാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ ക്ലോക്ക് സൈക്കിളൊക്കെ നമ്മളിങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് ഓഫ് ആവുന്നതിനനുസരിച്ചിട്ട് ആ സംഭവം നമ്മുടെ നിന്ന് നഷ്ടമാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഡി റാം. നമ്മുടെ നമ്മുടെ റാമിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൾസ് കൊടുത്തേണ്ടി വരും. അത് അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ഡി റാം എന്ന് പറയുന്നത്. പിന്നെ ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, ഇതാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. മെമ്മറി ഡിവൈസ് നമുക്കൊന്ന് റാപ്പപ്പ് ചെയ്താലോ? അപ്പോൾ 2 വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെമ്മറി ഡിവൈസുകൾ എന്തൊക്കെയാണ്. അതിൽ ആദ്യം പറഞ്ഞത് നമ്മുടെ സെക്കൻഡറി ഡിവൈസുകളായിരുന്നു. അതിൽ മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, ഫ്ലാഷ് എന്ന് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതിൽ മാഗ്നറ്റിക്കിലാണ് നമ്മൾ ടേപ്പ് പഠിച്ചു, ഹാർഡ് ഡിസ്ക് പഠിച്ചു, പിന്നെ നമ്മുടെ ഫ്ലോപ്പി ഡിസ്ക് പഠിച്ചു. ഒപ്റ്റിക്കലിൽ നമ്മൾ പഠിച്ചത് CD, DVD, പിന്നെ ബ്ലൂറേ ഡിസ്ക്. പിന്നെ ഫ്ലാഷിൽ അതായത് സെമി കണ്ടക്ടർ മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ SD കാർഡ്, പിന്നെ SSD കാർഡുകൾ, പിന്നെ പെൻ ഡ്രൈവ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ നേരത്തെ ഹൈറാർക്കി പറഞ്ഞ സമയത്ത് ഒപ്റ്റിക്കല്, പിന്നെ ഒപ്റ്റിക്കലിൻ്റെ മേലെ നമ്മൾ ഹാർഡ് ഡിസ്ക് പറഞ്ഞു. അപ്പോൾ അതല്ലാതെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഒപ്റ്റിക്കൽ ഡിവൈസിൽ ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി കൂടുതൽ ഏതാണെന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അത് ബ്ലൂറേ ഡിസ്ക്കാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഒപ്റ്റിക്കൽ ഡിവൈസിൽ കൂടുതൽ സ്റ്റോറേജ് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്ലൂറേ ഡിസ്ക്കാണ്. ഇനി അടുത്തത് പ്രൈമറിയിൽ നമ്മൾ റാം പഠിച്ചു, റോം പഠിച്ചു. റാം റാൻഡം ആക്സസ് മെമ്മറിയാണ്. അത് വോളറ്റൈലാണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന റാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി റാമാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ബൂട്ടിങ് പഠിച്ചു. അതിൽ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് കയറുന്ന പ്രവർത്തനമാണ്. ബൂട്ടിംഗ് അപ്പ് എന്ന് പറഞ്ഞ ആ ചെയ്യുന്ന പ്രോസസ്സിനെ ബൂട്ടിംഗ് അപ്പ് എന്നാണ് പറയുക. അത് സേവ് ചെയ്യുന്ന നമ്മുടെ റോമിലാണ് പ്രോഗ്രാം ഉണ്ടാവുക. ആ ബൂട്ടിംഗ് അപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രവർത്തനമാണ് ബയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കുന്നതാണ്. അതിനുവേണ്ടി പ്രവർത്തനം സജ്ജമാക്കുന്ന ആ പ്രോസസ്സിനെ പോസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അത് ഡിഫറെൻറ്റ് ടൈപ്സും ഉണ്ട്. പ്രോം, ഇ പ്രോം. അത് ഇറേസബിൾ ചെയ്യുന്ന അനുസരിച്ചിട്ട് അങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇനി ഇതിനോട് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചതാണ് ക്യാഷ് മെമ്മറി, രജിസ്റ്റേഴ്സ്, വെർച്വൽ മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ റാമിനെയും പ്രോസസ്സറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മെമ്മറി. അതായത് റാമിനുള്ള സ്പീഡായിരിക്കില്ല പ്രോസസ്സറിൻ്റെ സ്പീഡ്. പ്രോസസ്സർ ഈസ് ഹൈ സ്പീഡാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ റാമിനെ അതിനോട് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇടക്ക് നിൽക്കുന്ന ഒരാളാണ് ക്യാഷ് മെമ്മറി. ഇത് ഇൻറ്റേർണലുണ്ട്, എക്സ്റ്റേർണലുണ്ട്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ പ്രോസസ്സറിൽ തന്നെ ബിൽഡ് ആയിട്ടുള്ളതാണ്. എക്സ്റ്റേർണൽ എന്ന് പറഞ്ഞാൽ മദർ ബോർഡിലുള്ളതാണ്. അപ്പോൾ ക്യാഷ് മെമ്മറി L1, L2, L3 എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. L1ഉം L2ഉം നമ്മുടെ CPU-ൻ്റെ അടുത്തുള്ളതാണ്. L3 എന്ന് പറഞ്ഞാൽ മദർ ബോർഡിലുള്ളതാണ്. ഇത് ഇത്തിരി സ്പീഡ് കൂടിയതാണ്. അതിനേക്കാൾ സ്പീഡ് കുറഞ്ഞതാണ് L3. ഇനി രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ
നമ്മുടെ പ്രോസസ്സറിലുള്ള മെമ്മറി ലൊക്കേഷൻസാണ്. ഇത് അക്യുമുലേറ്റർ, MBR, MAR, പിന്നെ എന്താണ് പ്രോഗ്രാം കൗണ്ടർ എന്നിങ്ങനെ പലതരം രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ നോക്കിയതാണ്. പിന്നെ വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഒരു കാര്യം കയറ്റുമ്പോൾ റാമിന് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും മെമ്മറി ഉണ്ടെങ്കിൽ ആ മെമ്മറീനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു മെമ്മറിയാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെമ്മറി ഡിവൈസസ്. ഏകദേശം എല്ലാവരും പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.